നിങ്ങൾ നോക്ക്, ഈ ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ്. ഈ ചുവേലിയെ പോലെയുള്ള ആളുകളോട്, സുന്നികൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, അവർ മുസ്ലിങ്ങളല്ല എന്ന് വല്ലാഹി ഇട്ടുകൊണ്ട് ആണയിട്ട് പറയുന്ന മൗലവിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഈ നടത്തുന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾക്ക് തടിയപ്പാൻ കഴിയൂല. ചോദിക്കട്ടെ, അങ്ങനെ വരുമ്പോൾ സുന്നികൾ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കുമോ? ഭക്ഷിക്കുന്ന നിങ്ങൾ ആരാണ്? ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് നേരെ കുഫർ ചൊരിഞ്ഞ നിങ്ങളും കാഫറുകളല്ലേ? നിങ്ങളിലേക്ക് കുഫർ മടങ്ങുകയില്ലേ? ചോദിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ല, ഞങ്ങൾ കൊങ്ങനെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചിലാണ് ആളുകളുണ്ടല്ലോ. നിങ്ങൾ ശിർക്ക് ചെയ്യണോലാണെങ്കിൽ, ശിർക്ക് ചെയ്യണോലാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ശിർക്ക് ചെയ്യുന്നോലാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സുന്നികൾ അറുത്തത് ഭക്ഷിക്കുമോ? സുന്നി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിൻ്റെ ഹുക്കം എന്താണ്? കാരണം മുശ്രിക്കല്ല. സുന്നി പള്ളിയിൽ കയറി നിങ്ങൾ നിസ്കരിക്കാറില്ലേ? ആ നിസ്കാരത്തിൻ്റെ ഹുക്കം എന്താണ്? ഈ ചുയലി പറഞ്ഞ വാദപ്രകാരം, മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന, നിങ്ങളെ പ്രവർത്തകർ കമൻ്റ് അടിക്കുന്ന ആ വാദപ്രകാരം സുന്നികൾ മുശ്രിക്കളാകും പോലെ തുടരാൻ പറ്റുമോ? ഇമാമിനെ തുടരും, മുജാഹിദുകൾ തുടരും. സുന്നികൾ അറുത്തതല്ലേ ഇവിടെ നാടുകളിലൊക്കെ കിട്ടുന്നത്? അവിടെ മുജാഹിദ് അറുത്ത പോലും നോക്കേണ്ടോ? പക്ക മുവഹിദാണോ നോക്കേണ്ടോ? ഇവിടെ സുന്നികളൊക്കെ മുശ്രിക്കല്ലേ? അവരറുത്ത നിങ്ങൾ വശിക്കുന്നില്ലേ? കണ്ടാ വേഗം സലാം എറിഞ്ഞ് പിടിപ്പിക്കാറില്ലേ? ആരോടാ സലാം പറയേണ്ടത്? മുശ്രിക്കിനോട് സലാം പറയാൻ പറ്റുമോ? കാഫിറിനോട് സലാം പറയാൻ പറ്റുമോ? അതിൻ്റെ വിധി എന്താ? ഓട്ടെ, നിങ്ങൾ സുന്നികളെ കുട്ടികളെ കല്യാണം കഴിക്കുന്നില്ലേ? എങ്ങനെയാ മുശ്രിക്കത്തായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക? പോട്ടെ, നിങ്ങളെ ഒരു കുടുംബത്തിൽ നിങ്ങളെ വാപ്പ മൗലിദ് ഓതിയ ആളുകളാണ്, നബിദിനം കഴിച്ചവരാണ്, ആണ്ട് കഴിക്കുന്നവരാണ്, മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നവരാണ്, തവസ്സുൽ ചെയ്തവരാ. അങ്ങനെയുള്ള ഒരു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ അനന്തരം എടുക്കാൻ മുജാഹിദിന് പറ്റുമോ? എന്നിട്ട് ഏതെങ്കിലും കുടുംബത്തിൽ മുജാഹിദ് പ്രവർത്തകൻ വാപ്പ മരിച്ചിട്ട് അനന്തരം എടുക്കാതെ പോയിട്ടുണ്ട്. ആ ഒരു ഉസ്ര് കാണിക്കും. നിങ്ങൾ പറയുന്ന ആ കാര്യത്തിൽ വേഗം നിൽക്കും. നിങ്ങൾ ഈ അനന്തരം വാങ്ങാൻ വേണ്ടി അടിണ്ടാക്കി വാങ്ങും. അനന്തരം മുതൽ നമ്മൾ അവകാശമാണ് അറിഞ്ഞത്. നിങ്ങൾ അനന്തരം വാങ്ങാൻ പറ്റുമോ? ശറഇന്റെ ഹുക്കം എന്താ? ദീനെന്താ പറയുന്നത്? എന്നിട്ട് പുലമ്പാണ്, ഒരു മുശ്രിക്കാണ്, കാഫിറാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ആരോപണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയ പരിപാടി ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങി വെച്ചതാണ്, ഇബ്നു തൈമിയ്യ തുടങ്ങി വെച്ചതാണ്. നിങ്ങളെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ അപ്പോസ്തലന്മാരെ തുടങ്ങി വെച്ചതാണ്. ചിലേശ്വരുസ്രുപുളി കെ മൗലവിയും പക്ക മൗലവിയും MCC ഇ കെ മൗലവിയും ടി കെ മൗലവിയും ഒക്കെ സ്വീകരിച്ചിരുന്നു. ഉമർ മൗലവിയാണ് അതിരു കടന്നുകൊണ്ട് കുഫർ ആരോപിച്ചത്. കാരണം ഈ കെ എം മൗലവി മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ്. തയ്യിൽ മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന സാക്ഷാൽ കെ മൗലവി. അയാൾ അന്ന് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ അൽ മുർഷിദിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ആഘോഷിക്കുന്ന ആഘോഷ പരിപാടിയാണ് നബിദിനാഘോഷമെന്ന്. അത് ആഘോഷിക്കൽ സുന്നത്താണ്, അത് ആചരിക്കൽ സുന്നത്താണ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. ആ അൽ മുർഷിദ് ഇവർ കത്തിച്ച് കളയോ? അല്ലെങ്കിൽ അതൊക്കെ അന്ന് പറഞ്ഞത്, അന്ധകാലത്ത് പറഞ്ഞതാണ്. അപ്പോൾ അവർക്കൊക്കെ തെറ്റ് പറ്റിയോ? അവർ മുശ്രിക്കാണോ? നബിദിനാഘോഷിച്ച മൗലിദോദിയ ഈ കെ മൗലവിയും പക്ക മൗലവിയും ഒക്കെ ആദ്യകാല മൗലവിമാർ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ആചരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ആരോപണം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ വഹാബി ഐഡിയോളജി ഗൾഫ് സലഫിസമാണ്, അതുപോലെ വഹാബിസമാണ്. ആരാണ് ഇവർക്ക് ഇത് എന്ന് തുടങ്ങിയിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ചു, അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മഹാനായ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ, ആരാ ഇ.കെ. ഹസൻ മുസ്ലിയാർ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അനുജ സഹോദരൻ, അന്ന് SYSന്റെ സംസ്ഥാന കാര്യദർശി, സമസ്ത മുശാവറയിലെ പ്രധാനപ്പെട്ട കണ്ണി, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളുടെ പേടി സ്വപ്നം, സുന്നത്ത് ജമാഅത്തിന്റെ ഗർജനം. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഇവരുടെ മൗലവി, ഇവരുടെ സംസ്ഥാന അധ്യക്ഷൻ, അന്നത്തെ ഇവരുടെ ആചാര്യൻ ഉമർ മൗലവി, അയാൾ ഒരുപാട് പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും നടത്തിയ ആളാണ്. ഇതൊക്കെ മുഴുവൻ മുസ്ലിമീങ്ങളെ കാഫിറാക്കാനാണ് അദ്ദേഹം രചിച്ചത്.
ആ രചന ആ കൂട്ടത്തിൽ ഇയാളൊരു കത്തെഴുതി വിടുക, ബഹുമാനപ്പെട്ട ഈ ഹസൻ മുസ്ലിയാർക്ക് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, നിങ്ങൾ എന്നല്ല നീ മുസ്ലിം ആവണം എന്ന അറബി പ്രയോഗത്തിൻ്റെ അർത്ഥം. അസ്ലിം തസ്ലിം അതിൻ്റെ ആളാണ് കെ ഉമർ മൗലവി. ആ വാക്കത്ര ഗുരുതരാണ്. അത് എന്ന് തുടങ്ങിയ എന്നും നല്ല തുടങ്ങിയതല്ല, ഒരു ചുഴലിയല്ല ഇത് ചുഴറ്റി വിട്ടത്, ഒരു ചുഴലിയല്ല ഹാലിളകി പറഞ്ഞത്. ആനായി കെ ഹസൻ മുസ്ലിയാർക്ക് അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുമ്പോ ഹസൻ മുസ്ലിയാരെ അസ്ലിം തസ്ലിം നിങ്ങൾ മുസ്ലിമാവണം, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. അദ്ദേഹത്തിന്റെ അൽമനാറിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എണ്ണി പറഞ്ഞു. കേരളത്തിലെ അന്നത്തെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരെ എണ്ണിക്കൊണ്ട് അദ്ദേഹം എഴുതി അൽമനാറിൽ. എന്താ എഴുതിയത്? ഇ കെ അബൂബക്കർ മുസ്ലിയാർ, എ പി അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെ ആലിമീങ്ങളെ പണ്ഡിതന്മാരെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അൽമനാറിൽ അദ്ദേഹം എഴുതുകയാണ്, വൈൻ അത്താഴ്ത്തുമോഹും, ഈ പറയുന്ന ഇ കെ ഉസ്താദിനെയും അതുപോലെ എ പി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട കൂറ്റനാട് ഉസ്താദിനെയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ എണ്ണിക്കൊണ്ട് പറയുകയാണ് ഇയാള്, വൈൻ അത്താഴ്ത്തുമോഹും, അവരെ നിങ്ങൾ പിൻപറ്റിയാൽ, ഈ പറഞ്ഞ നേതാക്കന്മാരെ നിങ്ങൾ പിൻപറ്റിയാൽ, ഇന്നക്കും ല മുശ്രിക്കൂൻ, നിങ്ങൾ ചെറിയ മുശ്രിക്കുന്നല്ല, നിങ്ങൾ നല്ല മുശ്രിക്കാവുന്ന പറഞ്ഞു. ഇന്നക്കും നിശ്ചയം നിങ്ങൾ ആണയിട്ട പറഞ്ഞു. ഖുർആനിലൊരായത്ത് ഓതിയിട്ട് ഈ പണ്ഡിതന്മാരെ പിൻപറ്റിയ ആളുകളെ മുഴുവൻ ഇയാൾ കാഫിറാക്കി. ഇന്നക്കും ല മുശ്രിക്കൂൻ, മുശ്രിക്കാക്കി, ബഹുദൈവ വിശ്വാസികളാക്കി മാറ്റി. സുന്നികൾ ഇവരെ കാഴ്ചപ്പാടിൽ ഉമർ മൗലവിൻ്റെ കാലം മുതലല്ല, കേരളത്തിലെ ഉമർ മൗലവി അടക്കം ഉള്ള ആളുകൾ നടത്തിയത്. ഈ ആധുനിക വഹാബികൾ ചെയ്ത ഏറ്റവും വലിയ നെറികേട് നിങ്ങൾക്കറിയോ? മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അനിഷേധ്യനായ നേതാവാ. ആ മഹാനായ ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ പാണക്കാട് ഇന്നുമുണ്ട് ആ പ്രവർത്തനം. ഉറുക്കും മന്ത്രവും എഴുതി കെട്ടിക്കൊടുക്കും, മന്ത്രി ചോദി കൊടുക്കുക. പാണക്കാട് ഒരു അഭയ കേന്ദ്രമാണ്, ഒരു കോടതിയാണ്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഉള്ള കാലത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ചൊവ്വാഴ്ച ദിനങ്ങളിൽ ആളുകൾ വരും. ഇന്നും അതുണ്ട് പാണക്കാട്. ആ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ ആളുകൾ വരും. എന്നാൽ അവിടുത്തെ ചിത്രങ്ങൾ, അവിടെ ആളുകൾ വരുന്നതും അവിടെ തങ്ങളും എഴുതി കുറിച്ച് കുത്തി കൊടുക്കുന്ന ഉറുക്കും മന്ത്രവും അതൊക്കെ വീഡിയോയിൽ പകർത്തി സൗദിയയിലൊരു ഡോക്യുമെന്റ്സ് ആക്കിയിട്ട്, ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ട്, മുജാഹിദുകൾ ചെയ്ത തിരിമറി അറിയുമോ, ഇത് ഗൾഫിൽ മൊത്തം പ്രചരിപ്പിക്കുകയാണ്. ഇയാള് മലബാറിലെ ഒരു ഏറ്റവും വലിയ മന്ത്രവാദിയാണ്. ഇയാൾ നടത്തുന്ന ഏറ്റവും വലിയ കൊടിയ ശിർക്കാണ്. ഇയാൾ ചെയ്യുന്നത് ഏറ്റവും വലിയ കേരളത്തിലെ ശിർക്കിൻ്റെ ഗോഡൗണ് പാണക്കാട് എന്ന് പരിചയപ്പെടുത്തിയ അറബികളെ ഇവർ. പാണക്കാടാണ് ഏറ്റവും വലിയ ശിർക്കിൻ്റെ ഗോഡൗണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് അവരുടെ ഡോക്യുമെന്റ്സിൽ പറഞ്ഞു. നോക്കൂ നിങ്ങൾ. പാണക്കാട് കുടുംബത്തിനെതിരെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് ആരോപണം. സമാന രീതിയിൽ ഇപ്പോഴുള്ള സുന്നി പണ്ഡിതർക്കെതിരെയും പ്രചാരണം നടക്കുന്നുണ്ടെന്ന് സമസ്ത നേതാവ് ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അന്തരിച്ച പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ കേരളത്തിലെ മുജാഹിദുകൾ വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് സമസ്ത നേതാവ് ഹമീദ് ഫൈസിയുടെ ആരോപണം. പാണക്കാട് കുടുംബം അന്ധവിശ്വാസത്തിന്റെയും ഇസ്ലാമിക വിരുദ്ധതയുടെയും വക്താക്കളാണെന്നാണ് വീഡിയോയിൽ പറയുന്നത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഇവിടെ മയ്യത്ത് സ്കരിച്ച ആളുകളുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ആരാണത്? അത് മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന് പറഞ്ഞ ഇവരെ വഹാബികളൊരു നേതാവുണ്ടായിരുന്നു, പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. അയാൾ മരിച്ചപ്പോൾ അയാളെ വസിയത്താണല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പാണക്കാട് എൻ്റെ മയ്യത്ത് സ്കരിക്കണം, പാണക്കാട് തങ്ങൾ മയ്യത്ത് സ്കരിക്കണം. ഇയാൾ മരിച്ചപ്പോൾ അവരുടെ മക്കളും ബാക്കിയുള്ളവരും ഒക്കെ പിന്നെ ഇയാളെ വസിയത്ത് പ്രകാരം മയ്യത്ത് സ്കരിക്കാൻ മുമ്പിൽ നിർത്തിയ ആളാരാ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ
എത്ര വഹാബികൾ ശിഹാബ് തങ്ങൾ ഇവർ പരിചയപ്പെടുത്തുന്ന മുശിരിക്കായ, ഇവർ പരിചയപ്പെടുത്തുന്ന ബഹുദൈവ വിശ്വാസിയായ, കേരളത്തിലെ ഏറ്റവും വലിയ ഷിർക്കിൻ്റെ ഗോഡൗണിൻ്റെ നേതാവായ ശിഹാബ് തങ്ങളെ തുടർന്നത് എത്ര വഹാബികളാണ്? ആയിരക്കണക്കിന് വഹാബികൾ. ഇരട്ടത്താപ്പല്ലേ ഇതിൻ്റെ പേര്? ആണത്തമുണ്ടോ ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ? എന്നിട്ട് നിങ്ങൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കുക, മുശിരിക്കാക്കുക. ഈ പറയുന്ന ചുവേലി മൗലവി നടത്തിയ ഈ ഒരു പ്രസംഗം എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അത് ചർച്ചയാവുക എന്നല്ലാതെ എല്ലാവരും ഏറ്റുപിടിക്കാൻ തുടങ്ങിച്ചു. അതുകൊണ്ട് ഇതിനൊരു തീരുമാനങ്ങൾ പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുവരെ വഹാബികൾക്ക് നേരെ അങ്ങനത്തെ ഒരു ആരോപണം സുന്നികൾ നടത്തിയിട്ടില്ലല്ലോ. കാരണം സുന്നികൾ ഒരു കാര്യം പഠിച്ചിട്ടേ പറയുള്ളൂ.